ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചിലപ്പോൾ ഈ ഒരു വീഡിയോ പലർക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം UK-ലെ ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. പുതിയ നയങ്ങൾ, ഗവൺമെൻറ് റൂൾസ് വന്നുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ പ്രതിസന്ധിയിലാണ്. കാരണം ജോബ് കിട്ടാനും നമുക്കറിയാം ചിലർ സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും സ്പോൺസർഷിപ്പ് കിട്ടാതെ ലാസ്റ്റ് ഒരു അവസാന നിമിഷം ഈ പറഞ്ഞ സാലറി ത്രഷോൾഡ് വന്നപ്പോൾ പിൻവലിഞ്ഞ എംപ്ലോയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ NHS-ലാണെങ്കിലും പല മേഖലയിലാണെങ്കിലും സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ഈ സാലറി കൂട്ടിക്കൊണ്ട്. അപ്പോൾ ഞാൻ അന്നും ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല വഴികളുണ്ട്. ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്കിവിടെ നിൽക്കാനും ഇല്ലെങ്കിൽ ജോലി കണ്ടെത്താനും അത് നിങ്ങളുടെ മനസ്സും കൂടി നിങ്ങളും കൂടി തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ ചിലവ്, ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ തന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന പല വഴികളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വഴിയിലൂടെ സ്പോൺസർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു സുഹൃത്തിനെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്കൊരു വലിയൊരു മോട്ടിവേഷനും, അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പലരുടെയും സിറ്റുവേഷൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പലരും നമ്മളെ ഡെയിലി കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സിറ്റുവേഷനും പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഒരു ജീവവായു പോലെയായിരിക്കും ഈ ഒരു വീഡിയോ. സോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇവിടെ UK-ൽ വന്നിട്ട് ഈ പ്രതിസന്ധി നിൽക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ഷെയർ ചെയ്യാൻ വീഡിയോട്ട് ഏവർക്കും സ്വാഗതം. ഇവിടെ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വൈഫ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, പിന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് സുഹൃത്തുക്കൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, അതും സെൽഫ് സ്പോൺസർഷിപ്പിലൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആണ് നമുക്ക് UK-ൽ എത്തിയത്. UK-ൽ വന്നത് ഫെബ്രുവരി 2022 വന്നത്. വൈഫ് സ്റ്റുഡൻ്റ് ആയിട്ട് സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MSc ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നാട്ടിൽ എവിടെയായിരുന്നു? ഇപ്പോൾ നാട്ടിൽ മലപ്പുറം പൊന്നാനിയിൽ. ഗൾഫിൽ ഉണ്ടായിരുന്നു? ഗൾഫിലാണ് മുന്നേ വർക്ക് ചെയ്തത്. ഒമാനിലും ദുബായിലായിട്ട് ഉണ്ടായിരുന്നു. 7 to 8 years അവിടെയാണ് വർക്ക് ചെയ്തത്. ഗൾഫിൽ നിന്ന് എന്തുകൊണ്ട് UK ചൂസ് ചെയ്തു തന്നു? കാരണം ട്രെൻഡിൻ്റെ ഒപ്പം വന്നതാണോ അതോ? അതുകൊണ്ട് ട്രെൻഡും ഉണ്ട്, പിന്നെ ഗൾഫിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു ഇഷ്യൂസൊക്കെ കാരണം ആണ്. പിന്നെ ഇങ്ങനെ ഈ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഓപ്ഷൻസ് വന്നപ്പോൾ പലരും ദുബായിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ UK ഗൾഫിൻ്റെ അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ബ്രോക്ക് ഇവിടെ വന്നിട്ട് അതെങ്ങനെയുണ്ട് തോന്നിയായിരുന്നു? പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ ഗൾഫിൽ ജീവിച്ച് ശീലിച്ച ആൾക്കാർക്ക് ഇവിടെ പെട്ടെന്ന് വന്ന് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. ഫുഡും വെതറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് പിന്നെ ഇവിടെ പോസിറ്റീവ് സൈഡ് ഒരുപാട് ഉണ്ടെന്ന് ബ്രോക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇവിടെ സ്റ്റാർട്ടപ്പ് വന്നത് അല്ലേ. ഓക്കെ, ബ്രോ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് ആദ്യം ഒരു കസ്റ്റമർ സർവീസ് റോളായിരുന്നു ജോബ് വന്നപ്പോൾ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. അവിടെ ഒരു 1.5 വർഷത്തോളം വർക്ക് ചെയ്ത് അവർ സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്തിരുന്നു. പിന്നെ ഡീറ്റെയിൽ ആയി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ സെൽഫ് സ്പോൺസർഷിപ്പിന്റെ ഒരു റൂട്ടിനെ കുറിച്ച് അറിയാം. അങ്ങനെ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഈ ബിസിനസ് ഐഡിയ വന്നത്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഇപ്പോഴത്തെ സാഹചര്യം UK-ലെ അല്ലേ, പല വിസാസ് റൂൾസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പലരും വിസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകുന്നൊരു സമയമായിരുന്നു അല്ലേ. ഇപ്പോൾ ആ ഒരു സമയത്തിൽ ബ്രോ സെൽഫ് സ്പോൺസർഷിപ്പ് എടുത്തപ്പോൾ എങ്ങനെയുണ്ട് അത്? ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 6 months ആയുള്ളൂ. ആ ഒരു ഇൻഡസ്ട്രിയിൽ മുന്നേ വർക്ക് ചെയ്തുകൊണ്ട് UK-ൽ ഓൾറെഡി ആ ഒരു ഓൾമോസ്റ്റ് 2 years ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സപ്ലയേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് കോൺടാക്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ഞാൻ ബാക്ക്ഗ്രൗണ്ട് അതല്ലെങ്കിലും പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ട്രയൽ നടത്തി. സോ ഫാർ സോ ഗുഡ്. യെസ്, കമ്പനി തുടങ്ങാനും റൺ ചെയ്യാനൊക്കെ കൂടിയിട്ട് ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? കമ്പനി കേസ് ടു കേസ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കൊരു 5,000 pound അടുത്താണ് ടോട്ടൽ 5,000. ഒരു 6,000 pound വെക്കാം അല്ലേ. ഒരു 6,000 pound ഉണ്ടെങ്കിൽ സെൽഫ് സ്പോൺസർഷിപ്പോട് കൂടി തന്നെ നമുക്ക് UK-ൽ നിൽക്കാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമല്ലേ ബ്രോ അത് അല്ലേ? അല്ല, ഞാൻ ഇതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ 15ഉം 20ഉം ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഏജൻസിക്ക് കൊടുത്ത് ചതിക്കപ്പെട്ടിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു വലിയൊരു ജനസമൂഹം ഉണ്ട് ഇവിടെ. അതിന് മുമ്പിൽ ഒരു റോൾ മോഡൽ തന്നെയാണത് അല്ലേ? ഈ 5,000 ആയതും ഈ വണ്ടിയുടെ എക്സ്പെൻസും പിന്നെ വെയർ ഹൗസിന്റെ റെന്റൽ എക്സ്പെൻസ് ആണ് ഈ
പിന്നെ കമ്പനി ഫോം ചെയ്യാൻ 12 പൗണ്ടിന്റെ ചിലവേ ഉള്ളൂ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ചെറുതായിട്ടൊന്ന് ഇടപെടുവാണ്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഇന്റർവ്യൂ ഞാൻ ഫുള്ളായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട്, എല്ലാ ഡീറ്റെയിൽസും പബ്ലിക്കായിട്ട് തുറന്നു പറയാനായിട്ട് പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു റീല് നമ്മൾ ഇട്ടപ്പോൾ ഇവരുടെ പല ഡീറ്റെയിൽസും എന്താ പറയുക, കമ്പനിയുടെ ഡീറ്റെയിൽസും ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരെ എടുത്ത് അവരെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതി കണ്ടു. അതുമാത്രം അതൊരു വലിയൊരു സീനായിട്ട് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ വേണ്ട, അപ്ലോഡ് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോയതാണ്. പക്ഷെ എന്നാലും ഒരുപാട് പേർക്ക് ഇത് അറിയണം, ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. പേടിക്കേണ്ട, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സ്വന്തമായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബിസിനസ് കൺസൾട്ടേഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവരുടെ കമ്പനി ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ടോട്ടൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഫീസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. അതെല്ലാം നമ്മൾ തന്നെ ബിസിനസ് കൺസൾട്ടേഷനിലൂടെ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അത് മാത്രമല്ല ഒരു മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം കൂടി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. സോ ഇതിനകത്ത് കുറച്ച് ഈ സുഹൃത്തിൻ്റെ ഇന്റർവ്യൂവിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. കാരണം പലരും അത് കുത്തിത്തെരഞ്ഞ് പിടിച്ച് അവരെ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി നമ്മളറിയാം മലയാളികളെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു ബിസിനസ് അല്ല, ഇതൊരു വേറെ തലത്തിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചിലരെ അതിനകത്തേക്ക് കടന്ന് വേണം വെച്ച് ഇടിച്ചു കയറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് തൽക്കാലത്തേക്ക് അത് ഡിലീറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഒന്നും വിചാരിക്കരുത്, എന്നാൽ ഈ ഒരു ഇൻഫർമേഷൻ വളരെ വാല്യൂബിൾ ആണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അല്ലേ? അതെ, ഞങ്ങൾ ഫ്യൂച്ചറിൽ ഞങ്ങൾ UK മുഴുവൻ ഞങ്ങളെ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഞങ്ങളുടെ കമ്പനിയോട് ത്രൂ തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുക്കുകയും ചെയ്യും അല്ലേ? ഞങ്ങൾ 2 സെയിൽസിലേക്ക് 2 പേര് നോക്കുന്നുണ്ട്. അതെ, സ്പോൺസർഷിപ്പോട് കൂടി തന്നെ തീർച്ചയായിട്ടും എക്സ്പാൻഷൻ പ്ലാൻ തീർച്ചയായും ഓൾ UK ഉണ്ട്. അതെ ബ്രോ, ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ മനസ്സും അടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സ്റ്റുഡൻസും ഡിപ്പെൻഡൻസും കാര്യങ്ങളെല്ലാവരും. ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ വന്നിട്ടും പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടും ഇപ്പോൾ ഏജൻസി പോകുമ്പോൾ 10, 15, 20 ലക്ഷം രൂപയൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. ഇപ്പോൾ ബ്രോ ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ വെറും ഒരു 5,000, 6,000 പൗണ്ടിനകത്ത് സ്വന്തമായിട്ട് കമ്പനിയും തുടങ്ങി വിസ എടുത്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ബ്രോ കൊടുക്കാനുള്ള ഒരു ടിപ്പ്? തീർച്ചയായും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായും അത് റിസർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും മാർക്കറ്റ് സ്റ്റഡിയും ചെയ്ത് നമുക്ക് അത് സ്പോൺസർഷിപ്പോട് കൂടി തന്നെ ഇവിടെ വിസ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് തേടി പിടിക്കുക എന്നുള്ള ഒരു എഫേർട്ട് എടുത്താൽ മതി. വലിയൊരു പ്രചോദനമാണ് പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് മാത്രമല്ല, ഇവിടെ ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഇനിയിപ്പോൾ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മടുത്ത് തിരിച്ചു പോകുന്ന ആൾക്കാർക്കും മറ്റൊരു രീതിയിലുള്ള പ്രചോദനം കൂടിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ ഒരു 6 മാസമേ ഉള്ളൂ കമ്പനി സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് നമ്മൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രയോറിറ്റി ബേസിൽ വേണമെങ്കിൽ ഒരു 1 week 2 weeksനുള്ളിൽ തന്നെ കിട്ടും. നോർമൽ ഒരു പ്രോസസ്സിംഗിൽ കൊടുത്താൽ ഒരു വിത്തിൻ 1.5 months അപ് ടു 8 weeks ആണ് അവർ പറയാറ്. 1.5 monthsന്റെ ഉള്ളിൽ കിട്ടാവുന്ന പരിപാടികളേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോയുടെ കമ്പനി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 2 സ്പോൺസർഷിപ്പ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി തുടങ്ങിയാലും നമുക്ക് അങ്ങനെ കമ്പനിക്ക് ഇന്ന കമ്പനി തുടങ്ങിയാൽ മാത്രമേ സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ, എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സെൽഫ് സ്പോൺസർഷിപ്പിൽ? അങ്ങനെ ഇല്ല. അവർക്ക് ഹോം ഓഫീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ജെനുവിൻ വിസയ്ക്ക് വേണ്ടി എല്ലാം മനസ്സിലാവണം അല്ലേ? ഇപ്പോൾ എൻ്റെ അടുത്തും പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കമ്പനി തുടങ്ങണം, ഉദ്ദേശം വിസ മാത്രം. സോ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ റിജക്ട് ആവും. ഡേ 1 മുതലേ ട്രേഡിംഗ് തുടങ്ങിയിരുന്നു. ബിസിനസ് അക്കൗണ്ട് നമ്മൾ ഇതിൽ വൺ ഓഫ് ഡോക്യുമെന്റ് ആണ് ബിസിനസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അവരതൊക്കെ അസസ് ചെയ്യും. അങ്ങനെ വെറുതെ അവര് ബ്ലൈൻഡ് ആയിട്ട് തരില്ല. അപ്പോൾ അതൊരു ഡേ 1 മുതലേ ട്രേഡിംഗ് 6 മാസമായിട്ട് നമ്മൾ ട്രേഡിംഗ് പല കസ്റ്റമേഴ്സായിട്ട് ട്രേഡിങ്ങും സപ്ലയർ ഇതിലെല്ലാം ആ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അതും ബാക്കിയുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സും വെച്ച് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ജെനുവിൻ ആയിട്ട് 3 ദിവസം കൊണ്ട് അത് അതെ. കാരണം വെച്ചാൽ ഇവിടെ പലരും വിസയ്ക്ക് വേണ്ടി മാത്രം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടുതലും പിടിച്ചു വെക്കാൻ പറ്റില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് താൽക്കാലികമായിട്ട് കിട്ടും. അതെ, പോവില്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിലേക്ക് ഇറങ്ങണ്ട, അവരവിടെ സൈഡിൽ തന്നെ നിരാശ അടിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു നല്ലൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നല്ല രീതിയിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസയും ഉണ്ട്, ഇവിടെ വഴികളും ഉണ്ട്. അതിനെ അല്ലേ? അതെ.
എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും വഴികളുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ബ്രോ ഇതിന് വേറെ എന്തെങ്കിലും നമുക്ക് ഇനി എക്സ്ട്രാ ചിലവുകൾ കാര്യങ്ങൾ വരുമോ നമുക്ക് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ബ്രോയുടെ? വേറെ എക്സ്ട്രാ ചിലവ് നമുക്ക് ഇപ്പോൾ കേസ് ടു കേസ് ഓരോ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായ എക്സ്പെൻസ് വരും. നമുക്ക് ഇനി വെയർ ഹൗസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഓരോ എക്സ്പെൻസ് വരും. പിന്നെ നമ്മൾ ഇവിടെ ആകുമ്പോൾ ഫയലിങ്ങും കാര്യങ്ങൾ അക്കൗണ്ടൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനുള്ള ആ ഒരു ഓവർഹെഡ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് എടുത്താൽ മതി. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോ മാഞ്ചസ്റ്റർ ബേസ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ ഓൾ UK അങ്ങോട്ട് പ്ലാൻ ചെയ്യും. സോറി വീണ്ടും ഇതിനകത്ത് ഇടപെടുന്നതിൽ വേറെ ഒന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഫുൾഫിൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പല സംശയങ്ങളുണ്ടാകും. ഈ സുഹൃത്ത് എന്ത് കമ്പനിയാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് പ്രൊഡക്ട്സ്, അതെന്തുകൊണ്ട് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വൺസ് നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിറ്റോ കോപ്പി അടിക്കാൻ വേണ്ടി, അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ആ ഒരു ഡീറ്റെയിൽ ചോദിച്ചിട്ട് അവർ പലരും ഞങ്ങൾ അവിടെ തുടങ്ങട്ടെ ഇവിടെ തുടങ്ങട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കാരണവശാലും നമുക്കിവിടെ ബിസിനസ് പച്ച പിടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടും. ഇപ്പോൾ നിങ്ങൾ തുടങ്ങും, അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് മറ്റുള്ളവർ തുടങ്ങും, അത് തുടങ്ങി കോമ്പറ്റീഷൻ കൂടും. സോ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ, അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ സമീപിക്കുക. അതിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയുണ്ട്, എത്രത്തോളം അത് റൺ ചെയ്യും, എത്രത്തോളം വർഷം റൺ ചെയ്യും, ആരാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളൊരു യൂണിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ സുഹൃത്തിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സുഹൃത്ത് കമ്പനി ചെയ്യുന്നത്, കമ്പനി കൊണ്ട് ചെയ്യുന്നത് എന്ന് റിവീൽ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം ഈ ഒരു സുഹൃത്തിൻ്റെ യൂണിക് ആയിട്ടുള്ളൊരു ഐഡിയ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡൻസും ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഒരു സ്പോൺസർഷിപ്പ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമ്പനികൾ തന്നെ നമ്മുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു തരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു GUI പോലെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല കമ്പനീസിലും നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, സ്പോൺസർഷിപ്പ് കിട്ടാതിരിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ PSWയിലേക്ക് കയറിയിട്ടുണ്ടാവും, കഴിയാറായി നിൽക്കുന്നുണ്ടാവും, എന്ത് ചെയ്യണം എന്നുള്ള ധാരണ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഇറങ്ങുക, അവിടെ ചെന്ന് ചിന്തിക്കുക, അവിടെ എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ ബിസിനസ്സുകളാണ്, എത്രത്തോളം ഏണിങ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ചിന്തിച്ച് കുറച്ച് നാളൊന്നും അതിനകത്ത് ഫോക്കസ്ഡ് ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഐഡിയകൾ വരും. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അത് മെയിനായിട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പലരും നമ്മളെ തളർത്താറുണ്ട്. പിടിച്ചു വെക്കാൻ പറ്റുമോ, കയറൂല, കിട്ടൂല, എന്താണ് മീൻസ് നമുക്ക് അവർക്കൊക്കെ ഒരു... എനിക്ക് ഇവിടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് അല്ലെങ്കിലും ഇൻ ടൈം നമുക്കത് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തായാലും നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കിട്ടും അല്ലേ? അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക നമുക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് കമന്റ്സ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നിരാശയടിക്കും. ഏത് ബിസിനസ് ആയാലും ഉണ്ടാവും. നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട ഒരു സൊല്യൂഷൻ എങ്ങനെയാണോ അത് കണ്ടെത്തി അതിൽ നമ്മൾ എക്സൽ ചെയ്യാം. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം ബ്രോ ഈ ഒരു ഇന്റർവ്യൂ തന്നതിൽ. അതിൽ ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞത് ചിലർക്ക് GUI ആയിരിക്കും, ചില ഡിപ്രഷനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ച് കരക്കി കയറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു വീഡിയോ മാറാൻ പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഷെയർ ചെയ്യുന്നതിൽ ഇൻഫർമേഷൻ. ഓക്കെ.